നമസ്കാരം. കണ്ണൂരിലെ പിണറായിലെ ഒരു യുവതിയുടെ മരണവുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള വാർത്തകളും അഭ്യൂഹങ്ങളും ഒക്കെ തന്നെ പ്രചരിക്കുന്നുണ്ട്. ഈ പെൺകുട്ടി SDPIക്കാർ കൊണ്ടുപോയി ആൾക്കൂട്ട വിചാരണ നടത്തിയെന്നും ഒത്തുതീർപ്പ് ചർച്ച എന്ന പേരിൽ ഈ പെൺകുട്ടിയുടെ കുടുംബത്തെ അടക്കം ഭീഷണിപ്പെടുത്തി എന്നുമൊക്കെയുള്ള വാർത്തകൾ കേട്ടു. അതിനുശേഷം ഈ പെൺകുട്ടിയുടെ ആൺ സുഹൃത്ത് കുട്ടിയെ പീഡിപ്പിച്ചു, പണം ആവശ്യപ്പെട്ടു എന്നുള്ള വാദവുമായിട്ട് ഈ പെൺകുട്ടിയുടെ മാതാവ് തന്നെ രംഗത്തെത്തി എന്നുള്ള ഒരു വാർത്തയും കണ്ടു. അങ്ങനെ പലതരത്തിൽ ഇതിന്റെ യഥാർത്ഥ ചിത്രം എന്താണ് എന്ന് അന്വേഷണത്തിലൂടെ മാത്രമേ കണ്ടെത്താൻ സാധിക്കൂ. നമ്മളത് പറയുകയും ചെയ്തു. എന്തായാലും കഴിഞ്ഞ ദിവസത്തെ പത്രങ്ങളിലൊക്കെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾ വന്നു. പക്ഷേ ദേശാഭിമാനിയിൽ വന്ന വാർത്ത നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്ത് ശ്രീജിത്ത് പണിക്കർ അദ്ദേഹം ഷെയർ ചെയ്തിട്ടുണ്ട്. അതിന് ചോട്ടിൽ വന്ന ഒരു കമന്റും ഉണ്ട്. വേറൊന്നുമല്ല, CPMന്റെ നിലപാട് എന്താണ് ഈ ഒരു വിഷയത്തിൽ എന്നുള്ളതാണ്. SDPI ആണ് അപ്പുറത്ത് നിൽക്കുന്നത്. ഈ പെൺകുട്ടി, ഈ മരിച്ചുപോയ കുട്ടി റസീന എന്ന കുട്ടി, കായലോട് സ്വദേശിനിയായ ഈ കുട്ടിയുടെ കുടുംബം ഒരു CPM കുടുംബമാണ്. അതിന്റെ വിശദാംശങ്ങളും ദേശാഭിമാനി ആ വാർത്തയിൽ നൽകിയിട്ടുണ്ട്. ഇതുപോലെ തന്നെ ആ കുട്ടിയുടെ മരണ വാർത്ത റിപ്പോർട്ട് ചെയ്ത് സാധാരണഗതിയിലുള്ള മരണം എന്നുള്ള ഒരു റിപ്പോർട്ടാണ് കൊടുത്തത്. അതുപോലെ ഉപ്പ, അതായത് കുട്ടിയുടെ പിതാവ് A മുഹമ്മദ് CPM അബു മാസ്റ്റർ നഗർ ബ്രാഞ്ച് അംഗം, ഉമ്മ CK ഫാത്തിമ CPM അബു മാസ്റ്റർ നഗർ ബ്രാഞ്ച് അംഗം, അതായത് ബ്രാഞ്ച് അംഗത്തിന്റെ മകളാണ്. എന്റെ ചോട്ടിൽ വന്ന ഒരു കമന്റ് ആണ്. സുനിൽകുമാർ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ കമന്റ് ആയിട്ടാണ് കാണുന്നത്. ഇത് സുനിൽകുമാറിന്റെ മാത്രം അഭിപ്രായമാണ് കേട്ടോ. കമ്മ്യൂണിസ്റ്റ് കുടുംബം ആയതുകൊണ്ട് തന്നെ SDPIക്കാർ ആയ പ്രതികളെ രക്ഷിക്കാൻ വേണ്ടി കമ്മ്യൂണിസ്റ്റുകാരിയായ ഉമ്മ വല്ലാതെ കിടന്ന് കഷ്ടപ്പെടുന്നുണ്ട് എന്ന് പറഞ്ഞ ഒരു കമന്റ് ഇവരെ ഇതിനെതിരെ, അതായത് ഈ ആൺ സുഹൃത്തിനെതിരെ ആ ഒരു വിഷയം തിരിച്ചുവിടുകയും ഇയാൾക്കെതിരെ ആരോപണം ഉന്നയിക്കുകയും ഒക്കെ ചെയ്തതിന്റെ കൂടി അടിസ്ഥാനത്തിലായിരിക്കാം ഈ ഒരു കമന്റ് വന്നത്. ദേശാഭിമാനിക്ക് CPM പത്രമായതുകൊണ്ട്, മറുവശത്ത് SDPI ആയതുകൊണ്ട് വലിയ തോതിലുള്ള പ്രീണനവും മറ്റു കാര്യങ്ങളും, വോട്ട് കച്ചവടവും വോട്ട് ബാങ്ക് രാഷ്ട്രീയവും SDPI എന്ന പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന മത തീവ്രവാദ സംഘടനയുടെ, ഇന്ത്യ നിരോധിച്ച സംഘടനയുടെ രാഷ്ട്രീയ പാർട്ടിയുമായി CPM വളരെ അടുത്ത ബന്ധം പുലർത്തുന്നതുകൊണ്ടും CPMന് ഇതൊരു സാധാരണ മരണം മാത്രമായിരിക്കും. ഇതിനിടയിലൂടെ പാർട്ടി പ്രവർത്തകരും പാർട്ടി നേതാക്കളും പല കളികളും കളിക്കുമായിരിക്കും. SDPIക്കാരുമായി പലതും പറഞ്ഞ് വിലപേശുമായിരിക്കും. ഇതൊക്കെ കാണിച്ച് നാണംകെട്ട പരിപാടി മാത്രമേ ഈ പാർട്ടി ചെയ്യുകയുള്ളൂ എന്ന് പ്രതിജ്ഞ എടുത്തിരിക്കുകയാണ്. അതുപോലെ തന്നെ ഒരു ആത്മഹത്യാ വാർത്ത, ഇത്രയും കോളിളക്കമുണ്ടാക്കിയ ഒരു വാർത്ത ദേശാഭിമാനി വളരെ വളരെ സിമ്പിളായി ചരമക്കോളത്തിൽ മാത്രം റിപ്പോർട്ട് ചെയ്തത് എന്തുകൊണ്ടാണ്? SDPIക്കാരുടെ അവരുടെ ആൾക്കൂട്ട വിചാരണയും അവർ മാനസികമായി പീഡിപ്പിച്ചത് കൊണ്ടാണ് ഈ യുവതി ആത്മഹത്യ ചെയ്തത് എന്ന ആരോപണമുണ്ട് എന്ന് പറഞ്ഞാൽ മതി. ആണെന്ന് ഉറപ്പില്ല. ഇപ്പം അതിന്റെ ട്വിസ്റ്റൊക്കെ മാറി വരുന്നുണ്ട്. SDPIക്കാരെ രക്ഷിക്കാനുള്ള ശ്രമങ്ങൾ നടന്നു വരുന്നുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. നമുക്കറിയില്ല. എന്തൊക്കെയായാലും ശരി, ഇതിനകത്തും രാഷ്ട്രീയം കളിക്കുകയും അല്ലെങ്കിൽ അടവ് പയറ്റുകയും പലതരത്തിലുള്ള കളികൾ കളിക്കുകയും ഒക്കെയാണ് CPMും ദേശാഭിമാനിയും ചെയ്യുന്നത് എന്ന് ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാകും. എന്തായാലും SDPIക്കാരെ രക്ഷിക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. ഇനി ഈ പെൺകുട്ടിയുടെ ആൺ സുഹൃത്ത് പ്രതിയാകാനുള്ള സാധ്യതയുണ്ട്. ഇയാളെ ചോദ്യം ചെയ്തു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. മറ്റ് വിവരങ്ങൾ നമുക്ക് അറിവായിട്ടില്ല. പിന്നെ വേറൊരു വിഷയം, ഇത്തരമൊരു സംഭവം നടന്നിട്ടും CPMന്റെ പ്രധാനപ്പെട്ട നേതാക്കളൊന്നും പ്രതികരിച്ചില്ല. കണ്ണൂർ ജില്ലാ സെക്രട്ടറി MV ജയരാജൻ മിണ്ടിയതായി അറിവില്ല, ഞാൻ കേട്ടില്ല. CPMന്റെ പ്രധാനപ്പെട്ട നേതാക്കളോ അല്ലെങ്കിൽ CPM ഒരു പത്രക്കുറിപ്പ് ഇറക്കുകയോ അല്ലെങ്കിൽ ഒരു അനുശോചനം രേഖപ്പെടുത്തുകയോ ചെയ്തതായി നമുക്കറിയില്ല. കാരണം അപ്പുറത്ത് കുറ്റാരോപിതരായി ആദ്യം വന്നത് SDPIക്കാരാണ്. ഇപ്പോഴാണ് ഈ പെൺകുട്ടിയുടെ ആൺ സുഹൃത്ത് പ്രതിയായത്. ഇനി ചിലപ്പോൾ പ്രതികരിക്കുമായിരിക്കും. അങ്ങനെ ആളും തരവും രാഷ്ട്രീയവും മതവും ഒക്കെ നോക്കി പ്രതികരിച്ചുകൊണ്ടാണ് CPM ഈ നിലയിലെത്തിയത്. അതിപ്പോ ഒരു മരണത്തിന്റെ കാര്യമായാലും ശരി, വേറെന്ത് കാര്യമായാലും ശരി, ആളും തരവും മതവും പ്രത്യേകിച്ചും SDPIക്കാരെയൊക്കെ നോക്കി തന്നെ CPMും ഈ ദേശാഭിമാനി പത്രവും ഒക്കെ പ്രതികരിക്കൂ എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്നത്.